സ്വന്തം നാട് വിട്ടുപോയാൽ മാത്രം ഭാഗ്യം തെളിയുന്ന ചിലരുണ്ട്. നിങ്ങൾ അതിലൊരാളാണോ? നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എത്രയൊക്കെ പോസിറ്റീവായിരിക്കാൻ ശ്രമിച്ചിട്ടും കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ നടക്കാതെ വരാറില്ലേ? ഒരുതരം മെന്റൽ ബ്ലോക്ക്, അല്ലെങ്കിൽ എല്ലാം എവിടെയോ സ്റ്റക്കായിരിക്കുന്നത് പോലെയുള്ള അവസ്ഥ. ചിലർക്ക് ഭയങ്കരമായ സ്ട്രെസ്സും മനസ്സിനൊരു സമാധാനമില്ലായ്മയും ഒക്കെ അനുഭവപ്പെടാം. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. നമ്മുടെ അസ്ട്രോളജിയിൽ അല്ലെങ്കിൽ ജാതകത്തിൽ ഗ്രഹങ്ങളുടെ ചില പ്രത്യേക പൊസിഷനുകൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചിലർ ജനിച്ചു വളർന്ന നാട് വിട്ട് മറ്റൊരിടത്തേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പലരും വിചാരിക്കാറുണ്ട് ഇത് വെറും ഭാഗ്യം കൊണ്ടാണെന്ന്. എന്നാൽ ജ്യോതിഷപരമായി നോക്കിയാൽ ഇതിന് പിന്നിൽ വളരെ കൃത്യമായ ഒരു കാരണമുണ്ട്. നിങ്ങളുടെ ജാതകത്തിൽ ചില പ്രത്യേക ഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾ ജനിച്ച മണ്ണിൽ തന്നെ തുടർന്നാൽ ചിലപ്പോൾ വലിയ പുരോഗതി ഉണ്ടായെന്ന് വരില്ല. അങ്ങനെയുള്ളവർ സ്വന്തം വീടും നാടും വിട്ട് ദൂരേക്ക് മാറുമ്പോഴാണ് അവരുടെ യഥാർത്ഥ ഭാഗ്യം തെളിയുന്നത്. നമുക്കിടയിൽ പലരും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്: മാനസികമായ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ഡിപ്രഷൻ. ഏതു പ്രായത്തിലുള്ള ആളുകളായാലും ചില സമയങ്ങളിൽ കടുത്ത നിരാശയും ഏകാന്തതയും അനുഭവപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ശനിയും ചന്ദ്രനും ഒരുമിച്ച് വരുന്നൊരവസ്ഥയുണ്ട്. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ചന്ദ്രനാണ്. അങ്ങനെയുള്ള ചന്ദ്രന്റെ കൂടെ ശനി കൂടി വരുമ്പോൾ അത് മനസ്സിന് ഭയങ്കരമായ ഒരു ഭാരമായി മാറും. എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ, ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഡിപ്രഷൻ പോലെ തോന്നുക, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. നിങ്ങൾ എത്രയൊക്കെ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിച്ചാലും മനസ്സ് ശാന്തമാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ഈ ഒരു അവസ്ഥയാണ് നിങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. ശനി മാറ്റങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്, ഒപ്പം ദൂരദേശത്തേക്കുള്ള യാത്രകളെയും. താമസിക്കാൻ തുടങ്ങുമ്പോൾ ആ ഗ്രഹങ്ങളുടെ നെഗറ്റീവ് എനർജി മാറാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾ തന്റെ ജനനസ്ഥലത്ത് നിന്നും മാറി താമസിക്കാൻ തുടങ്ങുമ്പോൾ ആ ഗ്രഹങ്ങളുടെ നെഗറ്റീവ് എനർജി മാറാൻ തുടങ്ങുന്നു. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ തുടർന്ന് ഈ മാനസിക വിഷമങ്ങളോട് പോരാടാൻ നോക്കിയാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. അതിനു പകരം ഒരു മാറ്റത്തിന് തയ്യാറായാൽ എന്താണ് സംഭവിക്കുക? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ജ്യോതിഷത്തിൽ ഇതിനെ നമ്മൾ റീലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനമാറ്റം എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ജാതകത്തിലെ ചില ഗ്രഹങ്ങൾ ആക്ടിവേറ്റ് ആകുന്നത് നിങ്ങൾ സ്വന്തം വീടും നാടും വിട്ട് ദൂരേക്ക് മാറുമ്പോൾ മാത്രമായിരിക്കും. പലരും ചോദിക്കാറുണ്ട്, ഞാൻ ജനിച്ച നാട്ടിൽ ബിസിനസ് ചെയ്താൽ ശരിയാവില്ലേ, എന്തിന് ഞാൻ ദൂരേക്ക് പോകണമെന്ന്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങളുടെ ഭാഗ്യം കിടക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജന്മസ്ഥലത്തു നിന്നും 100 1000 കിലോമീറ്റർ അകലെയായിരിക്കാം. ചിലർക്കത് മറ്റൊരു സംസ്ഥാനമായിരിക്കാം, മറ്റു ചിലർക്ക് അത് വിദേശ രാജ്യമായിരിക്കാം. ഒരു ഉദാഹരണം പറയാം. നമ്മൾ പലപ്പോഴും കാണാറില്ലേ, നാട്ടിൽ വലിയ കടബാധ്യത വന്ന് ഒരു വഴിയുമില്ലാതെ ഗൾഫിലേക്കോ മറ്റോ പോകുന്ന ആളുകളെ. അവർ അവിടെ ചെന്ന് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വലിയ സമ്പന്നരാകുന്നു, നാട്ടിലെ കടങ്ങളെല്ലാം വീട്ടുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? അവർ തങ്ങളുടെ ജന്മസ്ഥലത്ത് നിന്ന് മാറി തങ്ങളുടെ ജാതകത്തിലെ സ്ഥാനമാറ്റത്തിന്റെ ഗ്രഹങ്ങളെ ആക്ടിവേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്നും പുറത്തു കടക്കാൻ തയ്യാറാകുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കായി പുതിയ വഴികൾ തുറന്നു വരുന്നു. നിങ്ങളുടെ ജാതകത്തിലെ ആ പഴയ തടസ്സങ്ങൾ മാറി പുതിയൊരു എനർജി അവിടെ ജനിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം. ഒരു വ്യക്തി തന്റെ മാറ്റത്തിന് മുൻപ് എങ്ങനെയായിരുന്നു, അതിനുശേഷം എങ്ങനെയായി മാറുമെന്ന്. മാറ്റത്തിന് മുൻപ് നിങ്ങൾ ദിവസവും ഒരേ ജോലി ചെയ്യുന്നു, ഒരേ ആളുകളെ കാണുന്നു, വലിയ പുരോഗതിയൊന്നുമില്ല, മനസ്സിലെപ്പോഴും ഒരു അസ്വസ്ഥതയാണ്. രാത്രികളിൽ ഉറക്കം കിട്ടുന്നില്ല, എപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ മാത്രം. നിങ്ങളുടെ കഴിവ് തിരിച്ചറിയാൻ ചുറ്റുമുള്ളവർക്ക് സാധിക്കുന്നില്ല. ഇനി മാറ്റത്തിന് ശേഷം നിങ്ങൾ ഒരു പുതിയ സ്ഥലത്തേക്ക് മാറുന്നു. തുടക്കത്തിൽ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നാം, എന്നാൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ചിന്താഗതി മാറാൻ തുടങ്ങും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. നാട്ടിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ മടി തോന്നിയിരുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ തുടങ്ങും. മാനസികമായി നിങ്ങൾ കൂടുതൽ ശക്തനാകും. ഇതാണ് റീലൊക്കേഷന്റെ പവർ. ഇത് കേവലം ഒരു സ്ഥലം മാറ്റം മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ജാതകത്തിലെ എനർജിയെ റീസെറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. പഴയ സാഹചര്യങ്ങളിൽ നിന്നും മാറി പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ശനിയുടെയും ചന്ദ്രന്റെയും ആ നെഗറ്റീവ് സ്വാധീനം കുറയുകയും നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കുകയും ചെയ്യും.
ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ജീവിതത്തിൽ തടസ്സങ്ങളും മാനസിക വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് വിഷമിക്കുന്നതിൽ അർത്ഥമില്ല. ചിലപ്പോൾ പ്രപഞ്ചം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു മാറ്റത്തിനായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ സ്ഥാനമാറ്റത്തിന്റെ സൂചനകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അത് ചിലപ്പോൾ നിങ്ങളുടെ വീട് മാറുന്നതാകാം, ജോലി മാറുന്നതാകാം, അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലേക്ക് കുടിയേറുന്നതാകാം. മാറ്റങ്ങൾ എപ്പോഴും തുടക്കത്തിൽ ഭയമുണ്ടാക്കും. എന്നാൽ ആ ഭയത്തെ മറികടന്നാൽ മാത്രമേ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.